ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം റെസിപ്പിയാണ്. ഇതിൽ ബേക്കിംഗ് സോഡ, മൈദ, റവ, ഗോതമ്പ് പൊടി ഇതൊന്നും ചേർക്കാണ്ട് തന്നെ പണ്ടുള്ളവർ എങ്ങനെയാണോ ട്രഡീഷണലി ഉണ്ണിയപ്പം തയ്യാറാക്കിയിരുന്നത് അതുപോലത്തെ ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് കണ്ടുനോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് കഴുകണം. വെള്ളം നല്ല തെളിഞ്ഞു വരണ വരെ കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ വെള്ളത്തിൽ 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കണം. അതിനുശേഷം ആ വെള്ളം കൂടെ നന്നായിട്ട് വാർന്ന് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള ഇഡ്ഡലി റൈസാണിത്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും തൽക്കാലം ചേർക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ മിക്സിയിൽ. ഇത് 250 ഗ്രാം ശർക്കര ഏകദേശം 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയതിന് ശേഷം നമ്മളിതിനെ അരിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പം ഈ ശർക്കരപ്പാനിയുടെ ചൂടെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ആറിയിട്ടുണ്ട്. ഇത് നന്നായി പഴുത്തിട്ടുള്ള 3 ചെറിയ ടൈപ്പ് പാളയംകുടൻ പഴമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ മെഷർ ചെയ്തപ്പം ഏകദേശം 116 ഗ്രാം പഴം ഉണ്ടായിരുന്നു. വേറെ ഏത് പഴം നമ്മൾ ഉണ്ണിയപ്പത്തിന് ഉപയോഗിച്ചാലും ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള രുചി കിട്ടില്ല. അപ്പോൾ പാളയംകുടൻ പഴം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഇതിലോട്ട് ഇനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. പക്ഷെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് വേണം. അതായത് അരി പോലെ കിടക്കരുത്. അതേസമയം ഭയങ്കര പേസ്റ്റ് ആയിട്ട് നമ്മൾ ദോശയൊക്കെ അരയ്ക്കുന്ന പോലെ ഭയങ്കര പേസ്റ്റ് ആയിട്ട് ഇരിക്കാനും പാടില്ല. ചെറിയ തരിതരിപ്പ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെയല്ല, അതേസമയം ഓവർ കട്ടിയുമില്ല. പക്ഷേ ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര കട്ടി തോന്നുവാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ വെള്ളം കുറേശ്ശെ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കറുത്ത എള്ളും കൂടെ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അത്യാവശ്യം തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങണം. ആ സമയത്ത് തന്നെ നമ്മളിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർക്കേണ്ടത്. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എപ്പോഴും നമ്മൾ മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ തേങ്ങാക്കൊത്തോ അതുപോലെ തന്നെ എള്ളോ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന എള്ള് നന്നായിട്ട് തന്നെ പെട്ടെന്ന് റോസ്റ്റായി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൂത്തൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതേ പാനിൽ ഇട്ട് വെക്കാണ്ട് ഉടൻ തന്നെ ഇതിലുള്ള ബാക്കിയുള്ള നെയ്യോടുകൂടി തന്നെ മറ്റൊരു ചെറിയ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം നമ്മൾ ഇതിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ തേങ്ങാക്കൂത്തും എള്ളൊക്കെ ഇരുന്നങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഫ്ലേവറിങ്സ് എല്ലാം ചേർക്കാം. അപ്പോൾ ഈ ബാറ്ററിലോട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ആദ്യം ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ 3 പിഞ്ച് ജീരകത്തിൻ്റെ പൊടിയും 3 പിഞ്ച് ചുക്കിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ജസ്റ്റ് ഒരു ചെറിയൊരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് കൂടി പോകരുത്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കോക്കനട്ട് ബിറ്റ്സും കറുത്ത എള്ളുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലത്തെ നെയ്യോടുകൂടി വേണം ചേർക്കാനായിട്ട്. പിന്നെ ഇതങ്ങനെ തിളയ്ക്കുന്ന ചൂടിൽ ചേർക്കരുത്. അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചേർക്കാവൂ. ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഭയങ്കര വെള്ളം പോലെയല്ല, അതേസമയം ഓവറായിട്ട് കട്ടിയുമില്ല. പക്ഷെ അത്യാവശ്യം നല്ല കുറുക്ക് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഈ രീതിയിൽ വേണം നിങ്ങൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വാം സ്പോട്ടിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 8 മണിക്കൂറൊക്കെ മതി. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 10 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ചേർത്തിട്ടുള്ള പാളയൻകുടൻ പഴമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാവ് അത്യാവശ്യം നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. നിങ്ങളിതിങ്ങനെ വെച്ചിട്ട് 2-3 മണിക്കൂർ കഴിയുമ്പം വറുത്തെടുക്കാൻ നോക്കുവാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് അത്ര സോഫ്റ്റ്നെസ് കാണില്ല. കാരണം നമ്മളിതിൽ ബേക്കിംഗ് സോഡ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മളിത് ഒത്തൻറ്റിക് ആയ രീതിയിൽ ട്രഡീഷണൽ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇതിനെ പുളിപ്പിക്കാനാക്കി വെക്കണം. ഇതിപ്പോൾ ഏകദേശം 8-9 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കുറുകിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് പുളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം.
ഉണ്ണിയപ്പം വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് എപ്പോഴും വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഓരോ ഉണ്ണിയപ്പ കുഴിയിലും വെളിച്ചെണ്ണ ധാരാളം ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ചുട്ടെടുക്കാനായിട്ട്. ഓരോ കുഴിയിലും ആവശ്യം പോലെ മാവ് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഉണ്ണിയപ്പമാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ വലിയ കുഴിയുള്ളതൊക്കെ ആണെങ്കിൽ നല്ല വലിയ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ ഉണ്ണിയപ്പം ആണെങ്കിൽ ഏകദേശം ഒരു 35 ഉണ്ണിയപ്പം വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതെപ്പോഴും നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെക്കുമ്പോൾ പുറംഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ മൊരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുവാണെങ്കിലും പുറംഭാഗം കുറച്ച് കൂടുതൽ ഇങ്ങനെ ക്രസ്റ്റ് പോലെ ഫോം ചെയ്യും. അപ്പം അങ്ങനെ ആവരുത്. നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഒരു അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ തനി നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പമാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മളിതിൽ ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇത് കണ്ടില്ലേ, വളരെയധികം സോഫ്റ്റാണ്, നല്ല പഞ്ഞ് പോലെ ഇരിക്കും, ഭയങ്കര ടേസ്റ്റിയുമാണ്. കണ്ടില്ലേ എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇതെന്ന്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ണിയപ്പം എപ്പോഴും ആദ്യത്തെ ദിവസം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റും ഏറ്റവും മയവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കാണ്ട് എപ്പോഴും ചെറിയ ചെറിയ ക്വാണ്ടിറ്റിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ 1-2 ദിവസം നമുക്ക് വേണമെങ്കിൽ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാം. അതിനുശേഷം നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2-3 ദിവസം കൂടെ നമുക്ക് കേടുകൂടാണ്ട് ഉണ്ണിയപ്പം ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുകയോ ചെറുതായിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയോ മറ്റോ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. ബൈ.